ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഹാപ്പി ലാൻഡിൽ പോയതാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണെങ്കിൽ നമ്മൾ ഇതുവരെയും വന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി പോയതാണ്. ഇവിടെ എൻട്രി ഫീസ് അഡൽട്ട്സിന് 750 രൂപയും പിന്നെ കുട്ടികൾക്ക് ഹൈറ്റ് വെച്ചിട്ടാണ് എമൗണ്ട് പറയുന്നത്. ഇവിടുത്തെ എൻട്രി ടൈം 10:30 മണിയാണ്. നമ്മളൊരു 9:30 ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം തന്നെ പോകുന്നത് 5D മൂവി കാണാനായിട്ടാണ്. അങ്ങനെ നമ്മളെല്ലാവരും അതിൻ്റെ ഉള്ളിൽ കയറി. പിന്നെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. 5D മൂവിയൊക്കെ കണ്ട ശേഷം നമ്മൾ നേരെ പോകുന്ന മിറർ റൂമിലാണ്. അവിടെ ഫുള്ള് മിററായിരിക്കും. ഒരു സ്ഥലത്ത് മാത്രം വഴി കാണും. നമ്മൾ കണ്ടുപിടിച്ച് പോകണം. അവിടുത്തെ ആൾക്കാർ തന്നെ വന്നിങ്ങനെ പറയുന്നുണ്ട് ഫുള്ള് മിററാണ്, നമ്മൾ മാക്സിമം നോക്കി ശ്രദ്ധിച്ച് പോകാൻ പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ ആവും. അങ്ങനെ അത് കുറച്ച് ദൂരം നടന്ന് നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ. വേറൊരു കാര്യം, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കനും ഒന്ന് പ്രസ് ചെയ്തിട്ട് ആളെന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഈ മിറർ റൂം തന്നെ കൺഫ്യൂഷൻ ആവുന്നതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചു വരേണ്ടി വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് സമയം അതിൻ്റെ ഉള്ളിൽ കിടന്ന് കറങ്ങേണ്ടി വന്ന്. പിന്നെ അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ വേറൊരു സംഭവമുണ്ട്. അത് ഇങ്ങനെ പുറത്തുള്ള ലൈറ്റ് ഇങ്ങനെ ഇരുന്ന് കറങ്ങും. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് തല ഇറങ്ങുന്ന പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ നേരെ പോകുന്ന ഈ കാറിൻ്റെ റൈഡ്സിലാണ്. ഇത് 15 മിനിറ്റാണ് നമുക്ക് അറേഞ്ച് ചെയ്ത് തരുന്നത് അവർ. നമ്മൾ അതിൽ കയറി ഓടിച്ച് നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ. പിന്നെ നമ്മളടുത്ത് പറഞ്ഞ് ഒന്നുകൂടെ വേണമെങ്കിൽ ട്രൈ ചെയ്തോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വേറെ റൈഡ്സിലൊക്കെ കയറിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് വേറെ അടുത്ത റൈഡ്സിൽ കയറാനാണ്. ഇവിടെ ഈ റൈഡ്സ് ഒന്നും പോരാഞ്ഞിട്ട് ഇവിടെ ഗോസ്റ്റ് വില്ലയും പിന്നെ അനിമൽ റൂംസൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ തിരിച്ചിറങ്ങേണ്ടി വന്ന് പേടിയായി. പിന്നെ നമ്മൾ ഈ ഒരു പ്രാവിൻ്റെ റൈഡ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അത്യാവശ്യം സ്പീഡിനാണ് പോകുന്നത്. ആദ്യം സ്ലോയിൽ പോവും, പിന്നെ ഒന്ന് സ്പീഡ് കൂട്ടും. അങ്ങനെ കുറച്ച് സമയം അതൊക്കെ എൻജോയ് ചെയ്ത് ഇതിൽ കയറുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഷിപ്പിൻ്റെ റൈഡിൽ കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരെന്തോ പറയും, ഞാൻ മറന്നുപോയി. അപ്പോൾ അതിൽ നമുക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല, കാരണം നമ്മൾ നല്ല അത്രയ്ക്ക് പിടിച്ചിരിക്കണം. സ്പീഡ് കുറച്ച് തന്നെയാണ് പോകുന്നത്, എന്നാൽ നമുക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ഇതിൽ നിന്ന് ഇറങ്ങിയ ശേഷം കാറിൻ്റെ റൈഡ് ഒന്നുകൂടെ ട്രൈ ചെയ്യാൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ അവിടെ ഒന്നും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ നല്ല എൻജോയ് ചെയ്തു. നമ്മൾ ഫാമിലി ആയിട്ട് വന്നതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ റൈഡ്സും എൻജോയ് ചെയ്താണ് കയറിയത്. നല്ല രസമായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് വാട്ടർ റൈഡ്സിലോട്ടാണ്. ഇതൊരു സ്ലൈഡ് പോലത്തെ സംഭവമാണ്. നല്ല ഹൈറ്റിൽ നിന്ന് നമ്മളിങ്ങനെ പോകണം. എന്നിട്ട് താഴെ അവർ വെള്ളം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലാണ് നേരെ ചെന്ന് വീഴുന്നത്. അങ്ങനെ അതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരുന്നതേ ഉള്ളൂ. ഞാൻ കയറിയിട്ടൊന്നുമില്ല, കാരണം എനിക്കിത് കണ്ടപ്പോഴേ ചെറിയൊരു പേടിയായി. ഇത് കൂടാതെ ഒരുപാട് വാട്ടർ റൈഡ്സ് ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാത്തിലും കയറിയായിരുന്നു. പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഫോണ് യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ വാട്ടർ റൈഡ്സ് കയറുന്നതിന് മുന്നേ കയറിയതാണ് ഈ ഊഞ്ഞാൽ. നമ്മൾ 6 പേരാണ് വലിയവരുണ്ടായിരുന്നത്. പക്ഷേ കൊച്ചുങ്ങളെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 5 പേരെ കയറിയിട്ടുള്ളായിരുന്നു. ഒരാൾ താഴെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തു തന്ന്. വീക്കെൻഡൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ തിരക്കും കുറവായിരുന്നു. നമ്മളെ കൂടെ വേറൊരു ഫാമിലിയും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അവരെ ആദ്യമേ തന്നെ ഇതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ നമ്മൾ വേറെന്തെങ്കിലും ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ പിന്നീടാണ് വന്നത്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് 5 പേര് മാത്രമേ ആ ഊഞ്ഞാലിലുള്ളായിരുന്നു. ആദ്യം അവർ സ്ലോയിൽ കറക്കും, പിന്നെയാണ് സ്പീഡ് കൂട്ടുന്നത്. പക്ഷേ നല്ല എൻജോയ് ചെയ്യാൻ പറ്റി. കയറിയില്ലെങ്കിൽ വലിയ നഷ്ടം തന്നെയായിരുന്നു. നമുക്ക് ഫുള്ളായിട്ട് ഹാപ്പി ലാൻഡ് ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ തലയിറക്കൊക്കെ ഉള്ളവർ കയറാതിരിക്കുന്നതാണ് ബെറ്റർ, കാരണം അതിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നും. പിന്നെ ഇതിൽ നമുക്ക് സേഫ്റ്റിക്കായിട്ട് ബെൽറ്റൊന്നും ഇല്ലായിരുന്നു. ഒരു സ്റ്റീലിൻ്റെ നമുക്കിങ്ങനെ പിടിച്ചിരിക്കാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ടൊരു സംഭവമേ ഉണ്ടായിരുന്നുള്ളൂ. അതത്ര സേഫായിട്ട് തോന്നിയില്ല. ഇതിൻ്റെ ഉള്ളിൽ തന്നെ അവർ ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെപ്പറേറ്റ് നമ്മൾ പേ ചെയ്യണം. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ വാട്ടർ റൈഡ്സൊക്കെ ഒന്നുകൂടെ ട്രൈ ചെയ്ത് വേവ് പൂളൊക്കെ ട്രൈ ചെയ്ത് പിന്നെ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു.